ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻഡോ ചൈനീസ് വേർഷൻ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നത് നോക്കാം. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ വേണം നമ്മൾ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ഞാനിതിൻ്റെ ഇലയും അതുപോലെ തന്നെ തണ്ടും ഒക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെയാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം നമ്മൾ നിർത്തിയാൽ മതിയാവും. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ചെറിയ പുഴുക്കളും ചെറിയ പ്രാണികളും ഒക്കെ കാണും. അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. തിളച്ച് തുടങ്ങിയ വെള്ളത്തിലോട്ട് മുറിച്ച് വെച്ചിരുന്ന കോളിഫ്ലവറിൻ്റെ പീസസ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഇതിനകത്തൊന്ന് ഇട്ട് തിളപ്പിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2-3 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും കോരിയെടുക്കാം. ഇത് ഞാനിപ്പം ചൂടുവെള്ളത്തിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്ക് കോളിഫ്ലവർ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലോട്ടാണ് നമ്മളിനി കിടക്കുന്നത്. ഞാനൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു വലിയ സ്പൂണിലാണ് ഞാനിത് അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി 1/4 സ്പൂണ് ഉപ്പുപൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളിത് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണ്. ആദ്യമേ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം 1 സ്പൂൺ കൊണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കാതെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. കോളിഫ്ലവർ ഇപ്പം ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കോളിഫ്ലവർ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇതുപോലുള്ള ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ പകുതി കോളിഫ്ലവർ ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് 2 ബാച്ചായിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കോരിയെടുക്കാം. നിങ്ങളിത് വറുത്തെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആദ്യമേ ഒന്ന് കോരിയെടുത്ത് വെക്കുക. അതിനുശേഷം രണ്ടാമത് ഒന്നും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിവിടെ
ഒരു ലൈറ്റ് മാരിനേഷനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൈറ്റായിട്ട് മാത്രമേ ഇതിൻ്റെ ഒരു കോട്ടിങ് ഇതിൽ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ കോട്ടിങ് ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി കൂടുതൽ മൈദയും കോൺഫ്ലോറും ഒക്കെ ചേർത്ത് വറുത്തെടുക്കുക. ഇനി നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. ഗോബി മഞ്ചൂരിയൻ മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയാം. സവോള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള ഇതുപോലെ അരിഞ്ഞതാണ്. ഞാനിത് എങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള ഒരു വലിയ സവോളയാണ് ഇത്. ഇനി ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചതുരത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കറി റെഡി ആയി കഴിയുമ്പോൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം മല്ലിയില എടുത്തിട്ടുണ്ട്. ഗോബി മഞ്ചൂരിയൻ മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കോളിഫ്ലവർ വറുത്ത ആ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ എണ്ണ ഒഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക. 1.5 സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. അപ്പോൾ ആദ്യമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് മിക്സിങ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ കേരള ഡിഷസ് തയ്യാറാക്കുന്നത് പോലെ നമ്മൾ ഒരുപാട് നേരം ഇത് വഴറ്റിയെടുക്കുന്ന ഒരു പരിപാടി ഈ ചൈനീസ് ഡിഷസിലില്ല. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 30 സെക്കൻഡോളം ഞാനിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിതിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിട്ട് വളരെ പെട്ടെന്നാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇത് ഒരു 30 സെക്കൻഡ് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അല്ലാതെ ഇത് ഒരുപാട് വേകേണ്ട കാര്യമില്ല. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ മതിയാവും. ഇനി ഞാൻ ഇതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ സോസാണിത്. ഇത് 2 സ്പൂൺ ടൊമാറ്റോ സോസാണുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ട സോസിലൊന്നാണ് സോയ സോസ്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ സോയ സോസ് ചേർക്കുകയാണ്. 1 സ്പൂൺ കൂടെ ചേർക്കുകയാണ്. 3 സ്പൂൺ സോയ സോസ് ചേർക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി കോൺഫ്ലോർ 2 സ്പൂൺ കോൺഫ്ലോർ 2-3 സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് ഇനി ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കൂടുതൽ ഗ്രേവി ആയിട്ടാണ് ഈ ഗോബി മഞ്ചൂരിയൻ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ 1 സ്പൂണോടെ കോൺഫ്ലോർ കലക്കിയതിന് ശേഷം 3-4 സ്പൂണെങ്കിലും വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട്. ഞാനിതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയുമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്.
ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഗോബി ചേർക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ വളരെ ഇഷ്ടത്തോടെ മേടിച്ച് കഴിക്കുന്ന ഒന്നല്ല ഈ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.